ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 736 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശുവിന്റെ ജനനത്തിലൂടെ സംഭവിക്കുന്നത്. ഞാൻ നിന്റെ മധ്യേ വസിക്കും, ഞാൻ ദാവീദിന് നീതിയുടെ കിരണമുദിപ്പിക്കുന്ന നാളുകൾ വരും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഇതാ, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്നീ പ്രവചനങ്ങളും സഫലമാകുകയാണ്. മീഖാ പ്രവചനമനുസരിച്ച് യേശുദമ്പുരാൻ ബെത്ലഹേമിൽ ജനിക്കുവാൻ ഇരിക്കുന്നു. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? 2 വാക്കുകൾ കൂടിച്ചേർന്നതാണ് ബൈത്തോ ആൻഡ് ലഹം. ബൈത്തോ എന്ന് പറഞ്ഞാൽ ഭവനം, ലഹമോ എന്ന് പറഞ്ഞാൽ അപ്പം. ബൈത്തോ ദ ലഹമോ, അപ്പത്തിന്റെ ഭവനം. ഈ ലോകത്തിന് മുഴുവനും അപ്പമായി തീരുവാനുള്ളവന്റെ ഭവനം. യേശുവിനെ കാണുവാനായിട്ട് വന്ന വിദ്വാൻമാർ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തുരിക്കവും കാഴ്ചയായി യേശുവിന് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനെ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ആ യേശു തമ്പുരാന് എന്താണ് നമ്മൾ കാഴ്ചയായി സമർപ്പിക്കുവാനായിട്ട് പോകുന്നത്? ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവൻ കൊടുക്കേണ്ടതായ വില അവന്റെ ജീവിതം തന്നെയാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രിസ്തുവിനെ കാഴ്ചയായി നൽകാം. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം യേശുദമ്പുരാന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് ആകുവാനായിട്ട് ഇടയാകണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. പ്രിയമുള്ളവരെ, മനസ്സിന്, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിന് ദൈവപ്രസാദം ലഭിക്കുവാൻ ഇടയാകട്ടെ. ദൈവപ്രസാദം കൊണ്ട് നിറഞ്ഞ നല്ല മനസ്സുള്ളവരായി മാറിക്കൊണ്ട് നല്ലത്, നീതിയോട് കൂടിയത് ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഈ ക്രിസ്തുമസ് നമ്മുടെ അരികിൽ നിൽക്കുന്നവനെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ളതായി മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധമായ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.